ഹായ് ഓൾ, വെൽക്കം ടു ജിയോ വെൻഡർ. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി പറഞ്ഞതുപോലെ ഫെബ്രുവരി 28, അതായത് പ്ലാനറ്ററി പരേഡ് നടക്കുന്ന ദിവസമാണ്. അതായത് 7 ഗ്രഹങ്ങളും നമ്മുടെ സൗരയൂഥത്തിലെ ഭൂമി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ഇന്ന് ആകാശത്തിൽ കാണാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ ഈ 7 ഗ്രഹങ്ങളിൽ 5 ഗ്രഹങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടും അതുപോലെ 2 ഗ്രഹങ്ങൾ നെപ്റ്റ്യൂൺ, യുറാനസ് തുടങ്ങിയ 2 ഗ്രഹങ്ങൾ നമുക്ക് ബൈനോക്കുലറിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെലിസ്കോപ്പിന്റെയോ സഹായത്തോടു കൂടി നോക്കാനും നമുക്ക് ഇന്ന് കാണാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലുള്ള അതായത് ആകാശവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാണാനും, വാൽനക്ഷത്രം ആണെങ്കിലും കോമറ്റ്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ പ്ലാനറ്റ്സ് കാണാനാണെങ്കിലും എപ്പോഴും ഒരു ഡാർക്ക് സ്പോട്ട് തിരഞ്ഞെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. ലൈറ്റ് പൊല്യൂഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥലത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആകാശത്തിലുള്ള ഇങ്ങനെയുള്ള ഒബ്ജക്ട്സുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ചും അതായത് നമ്മുടെ ഡ്രൈവിൻ ബീച്ച് ആയിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ചാണ്. അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ വളരെ കുറവാണ്, എന്നാലും കുറച്ച് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലാനറ്റ്സുകൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ആകാശത്തിൽ എന്ത് കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് സ്റ്റാർ ട്രാക്കർ. അങ്ങനെയുള്ള 1-2 ആപ്പുകൾ ഉണ്ട്. അപ്പൊ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ സ്റ്റാർ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാർ ട്രാക്കർ ആപ്പ് നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ സ്കൈക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് എവിടെയാണോ നമ്മൾ നോക്കുന്നത് അതിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് ഇനിയുള്ള വർഷങ്ങളിലും ഇനിയുള്ള സമയത്ത് പല കോമറ്റ്സുകളും മറ്റും നിങ്ങളുടെ ആകാശത്തൂടെ പറന്നു പോകുന്നതായിട്ട് ന്യൂസിലൊക്കെ കാണും. ആ സമയത്ത് ഈ സ്റ്റാർ ട്രാക്കർ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഞാനിതാ ആദ്യത്തെ ഗ്രഹത്തിനെ കണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാനറ്റ്, ജൂപ്പിറ്റർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ജൂപ്പിറ്റർ, വ്യാഴം. അപ്പൊ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ജൂപ്പിറ്റർ ആണ്. ഇനി നമ്മുടെ ജൂപ്പിറ്ററിന് തൊട്ട് താഴെയായിട്ട് ആക്ച്വലി യുറാനസ് ഉണ്ട്. പക്ഷെ നമുക്ക് നഗ്നനേത്രങ്ങളോട് കാണാൻ പറ്റില്ല. ഒരു ബൈനോക്കുലറോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കിത് എവിടെയായിട്ട് യുറാനസ് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾ ജൂപ്പിറ്ററിനെ നോക്കിയിട്ട് നേരെ അതിന്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളറിലായിട്ട് ഒരു പ്ലാനറ്റ്, ഒരു നക്ഷത്രം പോലെ തോന്നുമെങ്കിലും ഓൾമോസ്റ്റ് ഒരു റെഡിഷ് കളറിലായിട്ടാണ്. അതാണ് നമ്മുടെ മാർസ് അഥവാ ചൊവ്വ. ഓക്കെ, വളരെ വ്യക്തമായിട്ട് ഒരു റെഡിഷ് കളറിലായിട്ട് നമുക്ക് മാർസിനെ കാണാൻ പറ്റും. ഇതാണ് മാർസ്. അപ്പൊ നമ്മൾ ജൂപ്പിറ്ററും കണ്ടു. ജൂപ്പിറ്ററിന് താഴെ യുറാനസ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് യുറാനസ് കാണാൻ പറ്റില്ല, ബൈനോക്കുലർ വേണം. ഇനി മൂന്നാമത്തത് നമ്മൾ മാർസ് കണ്ടു. മാർസ് റെഡ് പ്ലാനറ്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇനിയിപ്പോ നാളെ ആണെങ്കിലും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലാണെങ്കിലും നമുക്ക് ആകാശത്ത് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പ്ലാനറ്റ്സുകളും ഡെയിലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി ഞാൻ വന്ന സമയത്ത് നമ്മുടെ വീനസും ഈവനിങ് നമ്മുടെ പടിഞ്ഞാറ് ഉണ്ടായിരുന്നു. വീനസ് പക്ഷെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം വീനസ് ഞാൻ വന്ന ആ ഒരു സമയം കഴിഞ്ഞതോടുകൂടി ഇത് ഹൊറൈസന്റെ താഴോട്ടേക്ക് പോയി. അപ്പൊ കടലിൽ അപ്രത്യക്ഷമായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? നമ്മുടെ വീനസ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈവനിങ് ടൈം സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറോട്ടേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റാർ പോലെ, ഒരു മങ്ങിയ സ്റ്റാർ പോലെ കാണുന്നത് ആക്ച്വലി വീനസ് ആണ്. നിങ്ങൾക്ക് നാളെയും ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതല്ലാതെ നെപ്റ്റ്യൂൺ ഉണ്ട്. നെപ്റ്റ്യൂണും നഗ്നനേത്രങ്ങളും കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, ബൈനോക്കുലർ വേണം. പിന്നെ ഉള്ളത് ശനിയാണ്. ശനി എന്ന് പറയുന്നത് ഈ സൂര്യന്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ച് ആദ്യത്തെ 45 മിനിറ്റിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നോക്കിയാൽ മാത്രമേ ശനി കാണാൻ പറ്റുള്ളൂ. ഞാൻ വന്നപ്പോഴേക്കും ശനിയും ഈ പറഞ്ഞ സൂര്യനൊപ്പം ഹൊറൈസണിന് താഴോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനിയുള്ള പ്ലാനറ്ററി പരേഡ്, അതായത് നാളെയും മാർച്ച് 3-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതേ തരത്തിലുള്ള പ്ലാനറ്ററി പരേഡുകൾ കാണാൻ പറ്റും. ഇത്ര പ്രൊമിനന്റ് അല്ലെങ്കിലും നമുക്ക് 3-ാം തീയതി വരെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളും ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.